ഹലോ എവ്രി വൺ. ഇന്നൊരു സൺഡേ ആയിട്ട് നല്ലൊരു നാടൻ ഷാപ്പാടാണ് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ മോരുകറി, അതുപോലെ തന്നെ അച്ചിങ്ങ തോരൻ, അതുപോലെ തന്നെ നമ്മൾ വൈപ്പിനിൽ നിന്ന് കുറച്ച് വലിയ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കരിമീനും അതുപോലെ തന്നെ പിലോപ്പി. അപ്പോൾ അതൊക്കെ പൊള്ളിച്ച് നല്ലൊരു അസല് ഷാപ്പാടായിരുന്നു നമ്മൾ സൺഡേ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് പച്ചമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പറ്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നല്ല കട്ടി തൈര് ഒഴിച്ച് കടുകും മുളകൊക്കെ താളിച്ച് അതങ്ങോട്ട് മാറ്റി. അതിനുശേഷം നമ്മൾ പയറുതോരനാണ് ഉണ്ടാക്കിയത്. അത് എളുപ്പമായിരുന്നു. നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അച്ചിങ്ങ മാത്രം ഇട്ടിട്ട് നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ അടുത്തത് പിന്നെ നമ്മൾ മീൻ പൊള്ളിക്കാനാണ് പോയത്. മീൻ പൊള്ളിക്കാനായിട്ട് ഫസ്റ്റിൽ മീൻ പൊരിച്ചു. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്നത് നമുക്ക് കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ പൊരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും ഇക്കായും പുറത്ത് ഔട്ട്സൈഡ് ഇരുന്ന് ചെറിയ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു, അതിലാണ് നമ്മൾ ചെയ്തത്. ഇക്ക നേരെ ഉച്ചയ്ക്ക് നല്ല വാഴയിലൊക്കെ ചോറ് തിന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഴയിലേക്ക് വെട്ടാൻ പോയി. അങ്ങനെ പിന്നെ മീനൊക്കെ പൊള്ളിക്കാനായിട്ട് നല്ല രീതിയിൽ കരിമീനും പിലോപ്പിയും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നമ്മൾ പൊരിച്ചിട്ട് അത് പൊള്ളിക്കാനായിട്ട് വെച്ചു. ടേസ്റ്റ് കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ടെങ്കിൽ പിലോപ്പി തന്നെ ആയിരുന്നു കേട്ടോ ടേസ്റ്റ് നമ്മൾ പൊള്ളിച്ച് കഴിഞ്ഞപ്പം. അങ്ങനെ പിന്നെ രണ്ടും പൊള്ളിച്ച് വെച്ചിട്ട് പൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ രണ്ടും പൊരിച്ചത്. കുറച്ച് പൊരിച്ചു, അതുപോലെ തന്നെ കുറച്ച് പൊള്ളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മീനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പം അത് കാരണം തൊലിയൊക്കെ കുറച്ച് പൊരിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മീനൊക്കെ നല്ല രീതിയിൽ പൊരിച്ചെടുത്തതിന് ശേഷം പൊള്ളിക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ചു. വാഴയിലയിലാണ് പൊരിച്ചൊക്കെ വെച്ചത്. അപ്പോൾ പൊരിച്ച് വെച്ചപ്പോൾ തന്നെ നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പൊള്ളിക്കാനായിട്ട് ആ അടുപ്പിൽ തന്നെ നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ഇട്ടിട്ട് പൊടികളെല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈസ് വന്നിട്ട് ഉമ്മി കുറച്ച് നേരം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇളക്കി നല്ല മസാലയൊക്കെ സെറ്റ് ചെയ്ത് വാഴയിലേക്ക് വെച്ച് അടച്ച് നല്ല കരിമീനും പിലോപ്പിയും പൊള്ളിച്ചതും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും അവിയൽ തോരനുണ്ടായിരുന്നു, മോരുകറി, അതുപോലെ തന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി. ഇതൊക്കെയായിട്ട് നല്ല നാടൻ ഷാപ്പാട് ഞങ്ങൾ ഞായറാഴ്ച എല്ലാവരും കൂടി ഇരുന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.